നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജോലിക്ക് കുറവൊന്നുമില്ലെങ്കിലും കൂലിയില്ല. ആശാപ്രവർത്തകർക്കും അങ്കണവാടി പ്രവർത്തകർക്കും പിന്നാലെ സ്കൂൾ പാചക തൊഴിലാളികളും സമരത്തിനൊരുങ്ങുകയാണ്. കഴിഞ്ഞ 2 മാസമായി ഇവർക്ക് ശമ്പളമില്ല. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ശമ്പളവും അവധിക്കാല ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് ഇടതു തൊഴിലാളി സംഘടന ഉൾപ്പെടെ ഇപ്പോൾ സമരപാതയിലേക്ക് നീങ്ങുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളി സംഘടന 4, 5 തീയതികളിലാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്നത്. ഇടതു സംഘടനയായ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ 22 മുതൽ 26 വരെ രാപ്പകൽ സമരവും നടത്തും. സ്കൂൾ പാചക തൊഴിലാളി കോൺഗ്രസും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 600 രൂപയാണ് ഒരു പാചക തൊഴിലാളിയുടെ ദിവസവേതനം. വർഷങ്ങൾക്ക് മുമ്പ് കഞ്ഞിയും പയറും മാത്രമായിരുന്നു ഉച്ചഭക്ഷണമായി നൽകിയിരുന്നത്. ഇപ്പോൾ ചോറും ദിവസവും 2-3 കറികളും പാലും മുട്ടയും ഏത്തപ്പഴവുമെല്ലാം കുട്ടികൾക്ക് നൽകണം. ഇതെല്ലാം പാചകം ചെയ്യാൻ അതിരാവിലെ തന്നെ തൊഴിലാളികൾക്ക് സ്കൂളിലെത്തണം. വൈകുന്നേരം മാത്രമേ ജോലി അവസാനിക്കൂ. കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ 2-3 പേർ ചേർന്ന് ഭക്ഷണമുണ്ടാക്കുകയും ദിവസവേതനമായ 600 രൂപ പങ്കിട്ടെടുക്കുകയുമാണ് ചെയ്യുന്നത്. വേതനം കൃത്യമായി ലഭിക്കാത്തതും തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 250 വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിലാളി എന്ന നിരക്കിൽ പാചക തൊഴിലാളികളുടെ എണ്ണം പുനർനിശ്ചയിക്കണമെന്നും കുറഞ്ഞ പ്രതിദിന വേതനം 1000 രൂപയെങ്കിലും ആക്കണമെന്നുമുള്ള തൊഴിലാളികളുടെ കാലങ്ങളായുള്ള ആവശ്യം സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. 2013 മിനിമം വേതനം നൽകാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. മുൻപ് അധ്യയന വർഷാരംഭത്തിലാണ് തൊഴിലാളികൾ ഹെൽത്ത് കാർഡ് എടുത്തിരുന്നത്. ഇപ്പോൾ വർഷത്തിൽ 2 തവണ കാർഡ് എടുക്കണമെന്നാണ് നിർദ്ദേശം. 3000 രൂപയോളം ഇതിന് ചെലവാകുന്നുമുണ്ട്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തൊഴിലാളികൾക്ക് ജോലിയില്ല. ഇക്കാലയളവിൽ 2000 രൂപ തൊഴിലാളികൾക്ക് സമാശ്വാസധനമായി നൽകാറുണ്ട്. എന്നാൽ ഇത് ജൂൺ ആകുമ്പോഴാണ് കിട്ടുന്നത്. ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാതെ വരും ദിവസങ്ങളിൽ എങ്ങനെ ജീവിതം മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ സ്കൂൾ പാചക തൊഴിലാളികൾ.